ഗെയ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിൽ വന്ന പുതിയ അതിഥിയെക്കുറിച്ചാണ്. ഇതാണ് ആ അതിഥി, ഒരു കൃഷ്ണപ്പരുന്താണ്. അപ്പോൾ ഇവക്ക് എൻ്റെ അനിയത്തി ഒരു പേര് ഇട്ടിട്ടുണ്ട്, മോച്ചി എന്നാണ്. ഇത് എവിടെ നിന്നോ കയറി വന്നതാണെന്ന് തോന്നുന്നു. വന്ന സമയത്ത് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട്, ഫ്രണ്ടിലെ ശീമപ്ലാവിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട്. പിന്നെ വന്നപ്പോൾ നമ്മൾ മീനിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടിട്ടപ്പോൾ താഴെ ഇറങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അതോടെ നമുക്ക് മനസ്സിലായി മനുഷ്യരെ പേടിയില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ മീനൊക്കെ വാങ്ങിച്ച് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. പാവം എന്താ പറയുക, അത് വിശന്നിട്ടാണെന്ന് തോന്നുന്നത്. സമയമാകുമ്പോൾ അവിടെ വന്ന് ഇരിക്കാറുണ്ട്. അങ്ങനെ ഇതിപ്പോൾ സ്ഥിരം ഒരു പതിവായിട്ടിരിക്കുകയാണ്. വന്നിട്ട് ഒരാഴ്ച ആവുന്നുണ്ട് ആൾ വന്നിട്ട്. എവിടെ ആളിങ്ങനെ ഇരിക്കുന്നെങ്കിലും എവിടെ എടുക്കാനൊന്നും പറ്റില്ല. എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊത്തിത്തരും. എവിടെയാണെങ്കിലും ഇവള് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചതാണ്, പക്ഷേ പോകുന്നില്ല. സമയമാകുമ്പം ഇവള് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കുകയാണ്. മുകളിലെ ഈ റബ്ബറിൻ്റെയൊക്കെ മുകളിലും ശീമപ്ലാവിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുകയാണ് ഇവൾ ചെയ്യുന്നത്. വിശക്കുന്ന സമയത്ത് താഴെ ഇറങ്ങി വരിക, ഇതാണ് ഇവളുടെ ഇപ്പോൾ പതിവ് ഹോബി എന്ന് പറയുന്നത്. പൂച്ചയുള്ളത് കൊണ്ട് നല്ല പേടിയാണ് ആൾക്ക്. ഇവക്ക് നല്ല പേടിയാണ് പൂച്ചയെ. നമ്മൾ ഇപ്പോൾ മീന എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ തന്നെ പൂച്ച പുറകെ വരും. പൂച്ച പിടിച്ച് മാറ്റിയിട്ടൊക്കെയാണ് ഇവക്ക് കൊടുക്കുന്നത്. പൂച്ച ഉണ്ടെങ്കിൽ ഇവൾ താഴോട്ട് വരേയില്ല. പൂച്ചകൾ പോയതിന് ശേഷമാണ് ഇവൾ താഴെ ഇറങ്ങി വരുന്നത്. അത്രയ്ക്ക് പേടിയാണ് ഇവക്ക് പൂച്ചകളെ. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പുതിയ അതിഥിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്ര നാൾ ഇവിടെ കാണും എന്നറിയില്ല. ഇവള് സമയമാകുമ്പോൾ ചിലപ്പോൾ പോവുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ ഇവിടെ മിക്കപ്പോഴും ഇതേപോലെയുള്ള അതിഥികൾ വരാറുണ്ട്. വരുമ്പോൾ തന്നെ അവർ വലുതാവുമ്പോൾ അവരവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലോകത്തേക്ക് അവർ പോവാറുണ്ട്. അതുപോലെ ഇവളും പോകും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.